വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പ്. പാലക്കാട് ഇന്നും 40 ഡിഗ്രി കടന്നേക്കും. പലയിടത്തും കുടിവെള്ള പ്രതിസന്ധി നേരിടുകയാണ്. സൂര്യതാപ അപകടങ്ങളും കൂടുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ഇന്നലെ 39.9 ഡിഗ്രി താപനിലയാണ് രേഖപ്പെടുത്തിയത്. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കനത്ത ചൂടിന് ആശ്വാസമായി 29-30 തീയതികളിൽ സംസ്ഥാനത്ത് വേനൽ മഴയെത്തും. 29-ാം തീയതി കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. ഇപ്പോഴും ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ഇന്നും 40 ഡിഗ്രി കടന്നേക്കുമെന്ന വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പലയിടങ്ങളിലും കുടിവെള്ള പ്രതിസന്ധിയൊക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ഭാഗങ്ങളിലൊക്കെ 40 ഡിഗ്രി കടന്നേക്കുമെന്നൊരു സൂചന കൂടി ഇപ്പോൾ പാലക്കാട് നിന്നും വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും പലയിടങ്ങളിലും കുടിവെള്ള പ്രതിസന്ധി നേരിടുകയാണ്. സൂര്യതാപ അപകടങ്ങളും ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ ഇന്നലെ മാത്രം രേഖപ്പെടുത്തിയത് 39.9 ഡിഗ്രി താപനിലയാണ്. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും കനത്ത ചൂടിന് ഒരു ആശ്വാസമൊക്കെ ആയിട്ട് 29-30 തീയതികളിൽ സംസ്ഥാനത്ത് വേനൽ മഴ എത്തുമെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. 29-ാം തീയതി കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. യോഗത്തിൽ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ ഉൾപ്പെടെ പങ്കെടുക്കും. നിലവിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സമയം കൂട്ടുന്നതിലടക്കം തീരുമാനങ്ങൾ ഉണ്ടായേക്കും. ഇന്നലെ ബോർഡിന്റെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയതിന് പിന്നാലെ KSEB പവർ എക്സ്ചേഞ്ചിനെ സമീപിച്ചെങ്കിലും വൈദ്യുതി ലഭ്യമല്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ദേശീയ തലത്തിൽ ആവശ്യകത വർദ്ധിച്ചതും കാരണമായി പവർ എക്സ്ചേഞ്ചിൽ നിന്നും 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനായിരുന്നു തീരുമാനം. സംസ്ഥാനമൊട്ടാകെ ചൂട് കൂടിയതിനെ തുടർന്ന് ഇപ്പോൾ വൈദ്യുതി പ്രതിസന്ധിയും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പ്രതിസന്ധിയെ തുടർന്ന് പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി ലഭ്യമല്ലാത്തതിനാൽ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാനായില്ലായിരുന്നു. എന്തായാലും പവർ എക്സ്ചേഞ്ചിൽ നിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനൊക്കെ തീരുമാനമായിരുന്നു. പക്ഷേ ദേശീയ തലത്തിൽ ആവശ്യകത വർദ്ധിച്ചതാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഉള്ള കാരണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിശദീകരണം. എന്തായാലും വൈദ്യുതി ബോർഡ് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇന്നാണ് ഉന്നതതല യോഗമൊക്കെ ചേരുന്നത്. യോഗത്തിൽ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള KR ജ്യോതിലാൽ ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ ഒരു ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കും. എന്തായാലും നിലവിലുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സമയം കൂട്ടുന്നതിലടക്കം തീരുമാനങ്ങളൊക്കെ ഉണ്ടായേക്കും. നിലവിലുള്ള ലോഡ് ഷെഡിങ്ങിലൊക്കെ വലിയ പ്രതിഷേധമൊക്കെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയം കൂട്ടുന്നതിലടക്കം ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും. ഇന്നലെ ബോർഡിന്റെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിരുന്നു. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയതിന് പിന്നാലെ KSEB പവർ എക്സ്ചേഞ്ചിനെ സമീപിച്ചുവെങ്കിലും വൈദ്യുതി ലഭ്യമല്ല എന്നൊരു മറുപടിയാണ് ലഭിച്ചത്. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ആവശ്യകത വർദ്ധിച്ചതും ഇതിനൊരു പ്രധാന കാരണം തന്നെയാണ്. പവർ എക്സ്ചേഞ്ചിൽ നിന്നും 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനൊക്കെ ആയിരുന്നു തീരുമാനം. എന്തായാലും ഇന്നാണ് ആ ഒരു ഉന്നതതല യോഗം ചേരുക. ഈ ഒരു യോഗത്തിലാണ് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. നിലവിലുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സമയം കൂട്ടുന്നതിലടക്കമുള്ള തീരുമാനങ്ങൾ ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമാകും.